RRB ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വന്നതും അതിൻ്റെ പരീക്ഷ നടക്കാൻ പോകുന്ന അപ്ഡേറ്റ് വന്നതും എല്ലാം കൃത്യമായിട്ട് നിങ്ങളിലേക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അന്ന് ഞാൻ പറഞ്ഞതായിരുന്നു അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുമ്പോൾ കൃത്യമായി നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആഗസ്റ്റ് 3-ാം തീയതി മുതലുള്ള 3-ാം തീയതിൻ്റെയാണ് ഇപ്പം വന്നതെന്ന് അറിയാൻ സാധിക്കുന്നത്. ഓഗസ്റ്റ് 3-ന് ആർക്കൊക്കെ എക്സാം നടക്കുന്നുണ്ടോ അവരുടെ അഡ്മിറ്റ് കാർഡുകൾ ഇപ്പോൾ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ഏകദേശം 4 ദിവസങ്ങൾക്ക് മുൻപ് മാത്രമേ നമുക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പലരും എന്ത് ചെയ്യും, കയറി നോക്കിയിട്ട് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവും. സോ നിങ്ങൾക്ക് ഇനിയും എക്സാമിന് ടൈം ഉണ്ടെങ്കിൽ നമ്മൾ 7 ദിവസത്തെ ഒരു സ്റ്റഡി സെക്ഷൻ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 1 വീക്കിൻ്റെ ഒരു സ്റ്റഡി സെക്ഷൻ. അതിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ കവർ ചെയ്തിട്ടാണ് പോകുന്നത്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ ടീമിൻ്റെ നമ്പർ താഴെയുണ്ട്, അതിലൂടെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമാകാം. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ PDF മെറ്റീരിയലും അവൈലബിൾ ആണ്. മലയാളവും ഇംഗ്ലീഷും എല്ലാം ലഭ്യമാണ്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ചോദിച്ച് നിങ്ങൾക്ക് അതിൻ്റെ യൂസ് കേസ് എടുത്തുകൊണ്ട്, അതായത് പഠിച്ചുകൊണ്ട് എക്സാം പ്രിപ്പയർ ചെയ്യാനായിട്ട് ലാസ്റ്റ് ടൈമിൽ നല്ലതുപോലെ തന്നെ ഒന്ന് നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പർച്ചേസ് ചെയ്യാത്തവർ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഇതെങ്ങനെ ചെക്ക് ചെയ്യാം, ഇതിൻ്റെ കാര്യങ്ങളിലേക്കെല്ലാം കിടക്കാം. സോ ഇപ്പോൾ നിലവിൽ നമ്മുടെ RRB ഗ്രൂപ്പ് ഡിൻ്റെ അഡ്മിറ്റ് കാർഡ്, അതായത് 10ാം ക്ലാസ് ലെവലിൽ മിനിമം 10th ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന RRBയുടെ തന്നെ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നേരത്തെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ആദ്യം എൻ്റർ ചെയ്യുക. രജിസ്ട്രേഷൻ നമ്പർ അറിയാത്തവരെന്ത് ചെയ്യുക, നമ്മുടെ RRBയുടെ അപേക്ഷിക്കുന്ന വെബ്സൈറ്റിലെ അതിൽ നിങ്ങൾ ഈ ഒരു സീരിയൽ നമ്പറിലുള്ള പോസ്റ്റിന്, അതായത് സീരിയൽ നമ്പർ ശ്രദ്ധിക്കുക, 09/2025 ആണ്. അപ്പോൾ ഈ ഒരു 02/2025 അല്ല 09/2025 എന്നുള്ള ഈ ഒരു പോസ്റ്റിനേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തവരാണെങ്കിൽ, നിങ്ങൾ ഇതിനെ അപേക്ഷിച്ചവരാണെങ്കിൽ, അതായത് ഈ ഒരു കാറ്റഗറിനെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിച്ചവരാണെങ്കിൽ അപ്ലൈ ചെയ്ത വെബ്സൈറ്റ് ഉണ്ടല്ലോ, ആ വെബ്സൈറ്റിൽ കയറിയിട്ട് അവിടെ ഹിസ്റ്ററി ഉണ്ടാവും. ഹിസ്റ്ററിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കയറിയിട്ട് അവിടെ ഈ ഒരു രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകും. അത് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. ഇവിടെ കാണുന്ന ക്യാപ്ഷൻ കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ലഭ്യമാകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം, നിങ്ങളുടെ സിറ്റി ഇൻറ്റിമേഷൻ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ വേറൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് 4 ദിവസം മുമ്പ് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ലഭിക്കത്തുള്ളൂ. അപ്പോൾ പരീക്ഷയ്ക്ക് 4 ദിവസം മുമ്പായി അല്ലെങ്കിൽ 10 ദിവസം മുമ്പൊക്കെയാണ് ഏകദേശം നമുക്ക് എപ്പോഴാണ് പരീക്ഷ എന്നും അറിയാൻ സാധിക്കുന്നത്. പിന്നെ പരീക്ഷയിൽ ഇപ്പം ഡേറ്റുകളിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ വീഡിയോ നമ്മുടെ സെക്കൻഡറി ചാനലിൽ നമ്മുടെ ടീം ചെയ്തിട്ടുണ്ട്. ലൈഫ് ട്രാക്ക് മോട്ടീവിൽ നിങ്ങൾക്ക് ലഭ്യമാണത്. അപ്പോൾ എന്തായാലും പരീക്ഷൻ്റെ ഡേറ്റ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ, പരീക്ഷ ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങൾ എന്തായാലും ഇതിൽ കയറിയിട്ട് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വന്നിട്ടില്ലെങ്കിൽ ടെൻഷൻ ആവേണ്ട. പരീക്ഷയ്ക്ക് 4 ദിവസം മുമ്പ്, ആദ്യം 10 ദിവസം മുമ്പ് മാത്രമേ നമുക്ക് പരീക്ഷേൻ്റെ സിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കൂ. അതുപോലെ 4 ദിവസം മുമ്പാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുക. ഇപ്പോൾ ഏകദേശം 4 ദിവസമേ ഉള്ളൂ RRBൻ്റെ 3-ാമത്തെ തീയതി, അതായത് ഓഗസ്റ്റ് 3-ന് നടക്കുന്ന പരീക്ഷയ്ക്ക്. അതുകൊണ്ടാണ് ഇപ്പം ഓഗസ്റ്റ് 3-ൻ്റെ ഇത് അഡ്മിറ്റ് കാർഡ് ലഭ്യമായിട്ടുള്ളത്. സോ ഈ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള അപ്ഡേറ്റിന് പ്രോപ്പറായി ഫോളോ ചെയ്യാനും മറക്കേണ്ട.